എത്ര വലിയ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന, ഏറ്റവും കൂടുതൽ VIP-കൾ തിങ്ങി താമസിക്കുന്ന, ബില്യനെയറുകളും താമസിക്കുന്ന ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഹൃദയം കത്തുകയാണ്. ആരും അതിൽ സന്തോഷിക്കുന്നില്ല. നിരപരാധികളുണ്ടല്ലോ, പലരും പ്രയാസപ്പെടുന്നുണ്ടല്ലോ. അല്ലോ, നിന്റെ തീരുമാനം എത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിലും അല്ലോ, നിന്റെ തീരുമാനം ഒരു ചെറിയ കച്ചി തുരുമ്പ് മതിയല്ലോ. അല്ലോ, ഒരു കാറ്റടിച്ചാൽ തീരുന്ന അഹങ്കാരമേ ഉള്ളൂ. അല്ലോ, അല്ലാഹുവേ പടച്ചവനെ, നീ എത്ര വലിയ ഹിക്മത്തുള്ളവനാണ്. 2024 മുമ്പ് അതാ വലിയൊരു മഴ ലോസ് ആഞ്ചലസിൽ പെയ്യുകയാണ്, ആ പ്രദേശത്ത് പെയ്യുകയാണ്. ആ മഴ കുറെ നാൾ കൂടി ഇരുന്നിട്ടാണ് അത്രയും വലിയൊരു മഴ പെയ്യുന്നത്. പേമാരി പോലെ തകർത്തു പെയ്ത മഴയിൽ അതാ പച്ചപ്പുകൾ പൊന്തുകയാണ്, പുല്ലുകൾ പൊട്ടിമുളക്കുകയാണ്, വൃക്ഷങ്ങളെല്ലാം മനോഹരമാവുകയാണ്. തൊട്ടടുത്ത സമയം തെരഞ്ഞ അല്ലാഹ് വലിയ ഉണക്ക് കൊടുക്കുകയാണ്. എല്ലാം ഉണങ്ങുകയാണ്, ഉണങ്ങി 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 കരിഞ്ഞു നിൽക്കുകയാണ്. മുഴുവനും കത്താൻ പരുവത്തിലാക്കുകയാണ്. പിന്നെയല്ലേ കത്തലുണ്ടായത്. ആയിരക്കണക്കിന് ഹെലികോപ്റ്ററുകൾ, 10,000-കണക്കിന് പട്ടാളക്കാർ അല്ലാഹുവേ പടച്ചവനെ പലതരക്കും ഫൈറ്റ് ചെയ്തിട്ടും ഇപ്പോഴും അണയാതെ തീജ്വാലകൾ കത്തിപ്പടരുകയാണ്. പടച്ചവനെ അല്ലാഹുവേ, അതുപോലൊരു രംഗം ഞങ്ങൾ ഗസയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്, ഫലസ്തീനിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ചിന്തിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തമാണ്, എല്ലാവർക്കും പാഠമാണ്, ഞങ്ങൾക്കും പാഠമാണ്. അല്ലാഹുവേ, ആർക്കും അഹങ്കരിക്കാൻ അവകാശമില്ല. കടലിന്റെ തീരത്താണ് കത്തിയമരുന്നത്, പക്ഷേ ആ വെള്ളം കൊണ്ട് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. എന്തെല്ലാം സംവിധാനങ്ങളുള്ള രാജ്യമാണ്, പക്ഷേ ആ തീ അണയ്ക്കാൻ കഴിയുന്നില്ലല്ലോ. പട്ടാളക്കാര് പോരാതെ വന്നപ്പോൾ ജയിലിൽ കിടന്ന കൊലയാളികളെ, ജയിൽ പുല്ലുകളെ സഹായിക്കാൻ വേണ്ടി കൂട്ടത്തിൽ നിർത്തുകയാണ്. അവരെ തക്കം നോക്കി കൊള്ളയടിക്കുകയാണ്. എന്തെല്ലാം പ്രതിസന്ധികളാണ്. എത്ര ആയിരം 10,000-കണക്കിന് ആളുകളാണ് അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. ഞങ്ങളൊരു അഭയാർത്ഥി ക്യാമ്പ് കണ്ടിട്ടുണ്ട്, അത് ഗസയിലാണ്, അത് ഫലസ്തീനിലാണ്. അഹ്കമുൽ ഹക്കീമായ അല്ലാഹ്, നിന്റെ തീരുമാനം വന്നാൽ അല്ലാഹ് എത്ര വലിയ അഹങ്കാരിയും പാഠം പഠിപ്പിക്കുമല്ലോ. അല്ലാഹ് പടച്ചവനെ, നീയാണ് ഹിക്മത്തുള്ളവനല്ലാ, നീയാണ് കഴിവുള്ളവനല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ആ ഗസയിലുള്ള മക്കൾക്ക് പൂർണ്ണമായ മോചനം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ സലാമത്ത് നൽകണേ അല്ലാഹ്.